C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയെടുക്കുന്നതിനായി നീ ഒരു കള്ളക്കഥ മെനഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണല്ലേ? പക്ഷേ അതിവിടെ ചെലവാവില്ല ബാലു. ചെലവാകും സാറേ. കാരണം നിങ്ങളും കുറ്റവാളിയെ കൊല്ലാൻ ശ്രമിച്ചെന്നേ എന്റെ പേര് കേസുള്ളൂ. പക്ഷെ നിങ്ങൾ കൊലപാതകം നടത്തിയാണ് എന്നാര് പറഞ്ഞു? അഡ്വക്കേറ്റ് ശരണ്യമൂർത്തി. പോലീസിന്റെ നിയമത്തിന്റെ കണ്ണുവെട്ടിച്ച് ആ കേസ് തേച്ചു മായ്ച്ച് കളയാനായി നിങ്ങൾ ഏർപ്പാടാക്കിയ ലീഗൽ അഡ്വക്കേറ്റ്. നല്ല സാമ്പത്തികം കൈപ്പറ്റി നിങ്ങളെ ആ കേസിൽ നിന്നും രക്ഷപ്പെടുത്തിയ ശരണ്യമൂർത്തി അഡ്വക്കേറ്റാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന മൂർത്തി വക്കീല് നിന്നോട് എന്ത് പറഞ്ഞെന്നാ? ഓലപ്പാമ്പിനെ കൊണ്ട് ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോ അതിന്റെ എല്ലാ വശങ്ങളും അറിഞ്ഞിരിക്കണ്ടേ? മൂർത്തി പറഞ്ഞത് പണ്ട് നടന്ന മറ്റേതോ അപകടത്തിന്റെ കാര്യമായിരിക്കും. എത്രയോ നാളായി അസുഖം ബാധിച്ച് പഴയതെല്ലാം മറന്ന കണ്ടീഷനിലെ വക്കീല്. പക്ഷേ സേതുപതി നാരായണൻ എന്ന സാറും അനിയൻ സുന്ദരവതിയും വീട്ടിൽ ചെന്ന് കണ്ട കാര്യം കൂടി വക്കീൽ എന്നോട് പറഞ്ഞു. ഏത് വക്കീല്? ഓർമ്മയില്ല, ശരണ്യമൂർത്തി. പഴയ കൊലപാതകത്തിന്റെ രഹസ്യം അറിയാൻ ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ പറയരുത്. അതായിരുന്നു നിങ്ങളുടെ ആവശ്യം. കൈക്കൂലിയായിട്ട് ഒരു കെട്ട് പണവും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ? എത്രയായിരുന്നു? 25,000 അല്ലേ? ഒന്നും ഓർമ്മയില്ലെന്ന് അഭിനയിച്ചതാ പാവം. നിങ്ങളെ എത്ര വിശ്വാസമില്ലാത്തത് കൊണ്ടും ഭയമായതുകൊണ്ടും. ഇപ്പൊ എന്തു പറയുന്നു? നീ പറഞ്ഞതെല്ലാം ഞാൻ നിഷേധിക്കുന്നു. വെറുതെ നുണക്കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കുക. നീ പറയുന്നതൊക്കെ എന്താ തെളിവ്? എന്തെങ്കിലും ഉണ്ടോ? തെളിവുണ്ടെങ്കിലോ? വക്കീലിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് അന്നത്തെ കേസിന്റെ ഫയല്. ഇതിലും വലിയ തെളിവ് വേണോ? ഇതിലോരോ പേജും വിളിച്ചു പറയും സത്യം എന്താന്ന്. നോക്കട്ടെ. കൈ തരാനോ? അതൊക്കെ മനസ്സിൽ വെച്ചാ മതി. കൈ കിട്ടിയ നിങ്ങൾ ഇതിലെ പേപ്പറുകൾ മുഴുവൻ നുള്ളി കീറി വിഴുങ്ങത്തില്ലെന്ന് ആര് കണ്ടു? അപ്പൊ എന്തായാലും ചർച്ച കഴിഞ്ഞു. ഇനി എന്റെ ആവശ്യം പണം. 3 കോടി രൂപ കിട്ടണം എനിക്ക്. 3 കോടി രൂപയോ? യെസ്, 3 crores. നേരം പോക്ക് പറയാണ് നീ. അല്ല, സീരിയസ് ആയിട്ട് തന്നെ. നടക്കില്ല ബാലു. എന്നാ നാളെ നേരം പുലരുന്നത് സിദ്ധുവിന്റെ കല്യാണ ഒരുക്കങ്ങളിലേക്കായിരിക്കില്ല, നിങ്ങളുടെ അറസ്റ്റിലേക്കായിരിക്കും. പിന്നെ ഞാൻ പറയണോ എന്തൊക്കെയാ ഉണ്ടാവാൻ പോകുന്നതെന്ന്? ഇത്രയും നാളത്തെ പ്രതാപം, ഇമേജ്, കുടുംബത്തിലെ സ്ഥാനം എല്ലാം നഷ്ടപ്പെട്ടവനായി മാറും സൊണാലിയിലെ സേതുപതി നാരായണൻ. നാളെ സിദ്ധുവിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്തെങ്കിലും ചെയ്യാൻ ഞാൻ. എന്തെങ്കിലും ചെയ്താ പോരല്ലോ. നീ ആവശ്യപ്പെടുന്ന അത്ര പണം തരാൻ ഇപ്പൊ എന്റെ കയ്യിലില്ല. വിചാരിച്ചാൽ ഉണ്ടാകും. എന്നെ ഒന്ന് വിശ്വസിക്കൂ ബാലു. പറ്റില്ലല്ലോ. അധികം കളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സിദ്ധുവിനെ വിളിച്ചു വരുത്തി എല്ലാ സത്യങ്ങളും ഞാൻ പറയും. അതോടെ തീരും പൊപ്പട എല്ലാ കഥയും. മകൻ ആ നിമിഷം നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ സിദ്ധു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അപ്പു ചേച്ചി അപ്പുറത്തെങ്ങാനുണ്ടോ അച്ഛാ? ഞാൻ കണ്ടില്ലല്ലോ. എന്നാ അതിരാവിലെ അമ്പലത്തിൽ പോയതായിരിക്കും. സ്കൂട്ടർ മുറ്റത്തുണ്ടല്ലോ, ഞാൻ നോക്കിട്ട് വരില്ലേ? വെട്ടം വീഴുന്നതിന് മുമ്പ് അവൾ നടന്നു പോയോ? എനിക്ക് കാര്യം പിടികിട്ടി. സിദ്ധുവേട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടു പോയതായിരിക്കും അമ്പലത്തിലേക്ക്. ഈ സമയത്ത് ആമിയോടെങ്കിലും പറയാതെ പോവോ? കാഞ്ചു, ചായ ഒന്ന് നോക്കിയേ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആമിക്ക് വെളുപ്പാൻ കാലത്തെ ടെൻഷനായി.
ഹലോ. എന്നാലും നിങ്ങൾ നല്ല പണിയാ വെളുപ്പിന് കാണിച്ചു കേട്ടോ. ഒന്ന് പറഞ്ഞിട്ട് വേണ്ടേ പോവാനായിട്ട് അമ്പലത്തില്? ഇത്രയും രാവിലെ ആയതുകൊണ്ട് അവിടെ വലിയ തിരക്കുണ്ടാവില്ലല്ലേ? ആ പിന്നെ മോൻ ചുറ്റമ്പലത്തിനകത്ത് കയറിയില്ലല്ലോ? വേണ്ട കേട്ടോ, മമ്മി പോയിട്ട് 1 മാസം തികഞ്ഞിട്ടില്ലല്ലോ. 16-ന്റെ അന്ന് പുല കഴിയുമെങ്കിലും 41 ദിവസം കഴിയണമെന്നാ പണ്ടത്തെ ചിട്ടയിൽ പറയുന്നതേ. അതുകൊണ്ടാണല്ലോ നമ്മൾ കല്യാണം വീട്ടിൽ വെച്ചാക്കിയത്. അപ്പു അത് കയറി തൊഴുതു വരട്ടെ മോനെ. അമ്മി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്താ വീട്ടിലുണ്ട്. അമ്പലത്തിൽ പോയില്ലേ നിങ്ങള്? ഇല്ല അമ്മി. ഇനി അപ്പു തനിച്ചു പോയതാണോ? പക്ഷെ സ്കൂട്ടർ ഇവിടെ ഉണ്ടല്ലോ. അമ്മ അവിടെ ഒന്നും കൂടെ ഒന്ന് നോക്ക്. മധു, ഏ ഒന്നി വന്നേ. കാജു, എന്തോ കുഴപ്പമുണ്ടല്ലോ. സിദ്ധുവിന്റെ എന്ത് പറഞ്ഞാമി? അവൻ സൊണാലിയിലുണ്ട്. അവർ അമ്പലത്തിലൊന്നും പോയിട്ടില്ല. പിന്നെ അപ്പു എവിടെ? ചേച്ചി വിളിച്ചു നോക്കാമി. വിളിച്ചിട്ട് കിട്ടണ്ടേ? ഷെൽഫിലെ ഡ്രസ്സൊക്കെ ഉണ്ടോ? ഉണ്ട്. ആഭരണങ്ങളോ? എല്ലാം ഉണ്ട്. മധു, എവിടെ പോയി എന്റെ മോള്? ചേച്ചി ഇങ്ങ് വരൂ ആമി. നിങ്ങളെ ഇന്നലെ എപ്പോഴാ ഉറങ്ങിയത്? അധികം വൈകിയില്ല. വെളുപ്പിന് 4 മണിക്ക് അലാറം വെച്ചിട്ട് നേരത്തെ കിടന്നു. ഇടയ്ക്ക് എന്തോ ശബ്ദം കേട്ടതുപോലെ തോന്നി. എന്നിട്ട് ഞാൻ ഉണർന്നു നോക്കി. തോന്നിയതായിരുന്നു ശബ്ദം കേട്ടെന്ന്. അന്നേരം അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. പിന്നെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയുമില്ല. ആമി, ഒരു ബലപ്രയോഗം നടന്നിട്ടുണ്ട് ഈ മുറിയിൽ. ആരോ ഇതിനകത്തെ കടന്നിട്ടുണ്ട് രാത്രിയിൽ. അയ്യോ മധു, എന്തോ അനർത്ഥം സംഭവിച്ചിരിക്കുന്നു. അയ്യോ അപ്പോ എന്താ അത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.